വില്ലുധ്വനി സമാപിച്ചു. തിരുവല്ലാമല ഗ്രാമീണ വായനശാല 77ാം വാർഷികാഘോഷങ്ങൾക്ക് തിരശ്ശീല വീണു. 6 ദിവസങ്ങൾ നീണ്ടുനിന്ന കലാ സാംസ്കാരിക സന്ധ്യയ്ക്ക് സമാപനമായി. കാലിക പ്രശസ്തമായ നിരവധി നാടകങ്ങളും നൃത്ത സംഗീത ശില്പങ്ങളും കൊണ്ട് തിരുവല്ലാമലയുടെ സായാഹ്നങ്ങൾ മനോഹരമാക്കിയ നാട്ടകം കലാ സാംസ്കാരിക വേദിയുടെ സഹകരണത്തോടെ 60ഓളം കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾക്ക് തിരശ്ശീല വീണു. തിരുവല്ലാമല ഗ്രാമീണ വായനശാല ഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിന് വായനശാല പ്രസിഡന്റ് KP ഉമാശങ്കറിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ ഉദ്ഘാടനം ചെയ്തു. ചെറിയ ചരിത്രം സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിക്കപ്പെട്ടു. കലാസാഹിത്യ പ്രവർത്തനങ്ങൾക്ക് എന്നും വളക്കൂറുള്ള മണ്ണായ തിരുവിതാംകൂറിൽ കലാസാംസ്കാരിക പ്രവർത്തനവും സാഹിത്യ അഭിരുചിയും ഒക്കെ വളർത്തുന്നതിലും തിരുവിതാംകൂറിൽ നല്ലൊരു സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിലും ഗ്രാമീണ വായനശാല വഹിച്ച പങ്ക് വളരെ വലുതാണ്. കഴിഞ്ഞ 6 വർഷങ്ങളായി ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഗ്രന്ഥശാലാ സംഘടനകൾക്ക് വലിയ അംഗീകാരം നേടാനും ഗ്രാമീണ വായനശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാടകോത്സവം നമുക്കൊക്കെ തന്നെ അറിയാം. കഴിഞ്ഞ 3 വർഷമായി തിരുവല്ലാമലയിലെ കലാകാരന്മാർ അവരുടെ എല്ലാ കഴിവും പുറത്തെടുത്തുകൊണ്ട് വലിയ ഒരു കലാവിരുന്ന് ഈ നാടിന് സമ്മാനിക്കുകയാണ്. നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നവോത്ഥാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിരുന്ന കലാരൂപമായിരുന്നു നാടകം എന്ന കലാരൂപം. KPSCയും അതുപോലെ തന്നെ മറ്റു നാടകങ്ങളും ഒക്കെ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ അല്ലെങ്കിൽ നവോത്ഥാന ചരിത്രത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന് നമുക്ക് അറിയാം. വായനശാല സെക്രട്ടറി ബാബു പരശുറാം, നാട്ടകം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഹരിപ്രസാദ്, സെക്രട്ടറി ജ്യോതി കൃഷ്ണകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ ജയപ്രകാശ് കുമാർ, ഗ്രാമീണ വായനശാല വനിതാ വേദി സെക്രട്ടറി ശകുന്തള മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.